ഫസ്റ്റ് എംപ്ലോയർ ഇന്റർവ്യൂല് നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് സംസാരിക്കുന്നത് നിങ്ങളുടെ സിവി ആണ്. അല്ലെങ്കിൽ ഇന്റർവ്യൂല് നിങ്ങളോട് ചോദിക്കുന്ന 80% ചോദ്യങ്ങളും നിങ്ങളുടെ സിവിയിൽ നിന്നാണ്. നിങ്ങൾക്ക് അറിയാമോ? എഫ്.എസ്.സി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന പലരും ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. അവർ വിചാരിക്കുന്നത് സിവി ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇന്റർവ്യൂലെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ ജർമ്മനിയിലുള്ളവര് അങ്ങനെയല്ല. നിങ്ങളുടെ എംപ്ലോയർ അങ്ങനെയല്ല കരുതുന്നത്. എംപ്ലോയർ ആദ്യം നിങ്ങളുടെ സിവി വായിക്കും. അതിനുശേഷമാണ് ഇന്റർവ്യൂയിലേക്ക് തന്നെ വിളിക്കുന്നത്. ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങളുടെ സിവിയിലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. നിങ്ങളുടെ സിവിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു വിശ്വാസം കുറയും. അതുകൊണ്ട് ഇന്റർവ്യൂവിനുള്ള സിവി എന്നത് ഒരു ഡോക്യുമെന്റ് മാത്രമല്ല, അത് നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ സ്റ്റോറിയാണ്. എംപ്ലോയർ ഇന്റർവ്യൂവിനായിട്ട് നല്ല ഒരു സിവി തയ്യാറാക്കുമ്പോൾ ഈ 6 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് എല്ലാ വിവരങ്ങളും സത്യസന്ധമായിരിക്കണം. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എഴുതരുത്. അതുപോലെ തന്നെ വോളണ്ടിയർ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചേർക്കരുത്. ജർമ്മനിയിലെ എംപ്ലോയേഴ്സ് വളരെ വിശദമായി ഇതിനെക്കുറിച്ച് ചോദിക്കും. അതുകൊണ്ട് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് കരിയർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കാണിക്കണം. ജർമ്മനിയിലേക്ക് പോകണം, ബെറ്റർ ഫ്യൂച്ചർ. ഇതൊന്നും എംപ്ലോയറിനെ ഇംപ്രസ് ചെയ്യില്ല. പകരം ഇങ്ങനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഐ എൻജോയ് ഹെൽപ്പിംഗ് പീപ്പിൾ ആൻഡ് ഐ വാണ്ട് ടു ഗെയിൻ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വൈൽ സപ്പോർട്ടിംഗ് എൽഡർലി ഓർ ഡിസേബിൾഡ് പീപ്പിൾ ത്രൂ ദ എഫ്.എസ്.ഡി പ്രോഗ്രാം. ഇതുപോലുള്ള ജെന്യൂൻ ആയിട്ടുള്ള മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും വാല്യൂ കാണിക്കാം. എഫ്.എസ്.ഐക്ക് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ടല്ല. പക്ഷെ നിങ്ങൾ ചർച്ച് ആക്ടിവിറ്റീസ്, എൻ.എസ്.എസ് ക്യാമ്പുകൾ, എൻ.സി.സി, അതുപോലെ തന്നെ റെഡ് ക്രോസ്, വോളണ്ടിയർ വർക്ക്, കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, ടീച്ചിങ് ചിൽഡ്രൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ സർവീസ്, ഇവയെല്ലാം വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലസ് പോയിന്റ്സ് ആണ്. നാലാമത്തെ കാര്യം എന്നുള്ളത് സ്കിൽ സെക്ഷൻ ശക്തമാക്കുക. നിങ്ങളെ എംപ്ലോയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് അന്വേഷിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഡിഗ്രി മാത്രമല്ല. അവർ നോക്കുന്നത് പ്രൊഫഷണലി വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരാളെയാണ് അവർ അന്വേഷിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, റെസ്പോൺസിബിലിറ്റി, പേഷ്യൻസ്, ഫ്ലെക്സിബിലിറ്റി, എമ്പതി, അതുപോലെ തന്നെ വില്ലിംഗ് ടു ലേൺ, വില്ലിംഗ് ടു വർക്ക്, ഇവയെല്ലാം വ്യക്തമായിട്ട് ചേർക്കുക. അഞ്ചാമത്തെ പോയിന്റ് എന്നുള്ളത് ജർമ്മൻ ലാംഗ്വേജ് മെൻഷൻ ചെയ്യുക. A1 അല്ലെങ്കിൽ A2 കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് നിങ്ങൾ അത് എഴുതണം. എംപ്ലോയർക്ക് തോന്നണം നിങ്ങളൊരു സീരിയസ് കാൻഡിഡേറ്റ് ആണെന്നുള്ളത്. സിവി മനഃപ്പാടമാക്കുക മീൻസ് കാണാണ്ട് പഠിച്ച് അങ്ങനെ തന്നെ പറയുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇന്റർവ്യൂവിന് മുൻപ് നിങ്ങളുടെ സിവി കുറഞ്ഞത് നിങ്ങൾ ഒരു 3 പ്രാവശ്യമെങ്കിലും വായിക്കുക. കാരണം എംപ്ലോയർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, വൈ ഡിഡ് യു ചൂസ് എഫ്.എസ്.ഡി പ്രോഗ്രാം, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ യുവർ എഡ്യൂക്കേഷൻ, ടെൽ മീ അബൌട്ട് യുവർ വോളണ്ടിയർ വർക്ക്, വാട്ട് ആർ ദ സ്ട്രെങ്സ്, യുവർ സ്ട്രെങ്സ് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. വൈ ജർമ്മനി? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങളുടെ സിവിയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഇന്റർവ്യൂവിൽ നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ സിവിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒരുപോലെ ആയിരിക്കണം. സിവിയും ഇന്റർവ്യൂവും തമ്മിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ എംപ്ലോയർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. നാളത്തെ വീഡിയോയിൽ എംപ്ലോയറിനെ ഇംപ്രസ് ചെയ്യുന്ന അബൌട്ട് മീ എന്നൊരു സെക്ഷൻ എങ്ങനെ കൃത്യമായിട്ട് എഴുതാന്നുള്ളത് റിയൽ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സേവ് ചെയ്യുക, ജർമ്മനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.